ഇതാണ് എന്റെ കൊച്ചു ലോകം. വീതി അധികം വീതി ഒന്നും കണ്ടില്ലേ, നോക്കിയേ ഇത്രേ ഉള്ളൂ സംഭവം. കൈക്കുമ്പിൾ നിൽക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. എന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ പണിയാന്നുള്ളത്. ഞാൻ കളിച്ചു പറഞ്ഞ മണ്ണായിരുന്നത്. അപ്പൊ ഈ മണ്ണിൽ തന്നെ എനിക്കൊരു കൊച്ചു വീട് പണിയാന്നുള്ള എന്റെ ആഗ്രഹമായിരുന്നു. ഇത് തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു കൺവെൻഷണൽ കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് കിച്ചണൊക്കെ നമ്മൾ സെന്ററിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലാനിങ്ങിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വീതി കുറവായിരുന്നു എന്നുള്ള കാരണത്താൽ പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് വീട് നമുക്ക് വേണോ. എനിക്ക് ഈ പണിത് കഴിഞ്ഞത് ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം എന്ന് പറഞ്ഞാൽ അതൊരു വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കൊച്ചു എന്റെ സ്വർഗം എന്ന് പറയാനാണ് വെച്ചാൽ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ലിവിംഗ് സ്പേസ് കരുതിയിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും എനിക്ക് രണ്ട് ചുമരുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടൊരു ഏരിയയിൽ നമുക്ക് ചുമരകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഇടുങ്ങിയ വഴിയിലോട്ടാണ് നമ്മൾ വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റ് ഒരു സെറ്റപ്പ് തന്നെ ഉള്ളൂ. കുഴപ്പങ്ങൾ കാര്യമൊന്നുമില്ല. നമുക്ക് കൺജസ്റ്റഡ് എന്ന് പറയാനായിട്ട് അത്ര ഒന്നുമില്ല. നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഒരു കൊച്ചു ബെഡ്റൂം, എന്റെ ഒരു കൊച്ചു മാസ്റ്റർ ബെഡ്റൂം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആർഭാടും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. കിച്ചണിൽ നിന്ന് നേരെയാണ് നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നിങ്ങൾ ഈ കാണുന്ന 675 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കോസ്റ്റ് 15 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിനും കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ക്ലയൻറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് കാണാം ഇതിന്റെ ജോയിനറീസ് ഒക്കെ തേക്കും പ്ലാവും കാര്യങ്ങളൊക്കെയാണ്. അവരിതിൽ താമസിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് എല്ലാ കൺവീനിയൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്.